ഈ മുഖ്യമന്ത്രിയുടെ ജില്ലാതല പര്യടനങ്ങളുടെ ഇനിയുള്ളത് തിരുവനന്തപുരം ജില്ല കൂടെ, അതായത് ഇനി ഒരു ജില്ലയും കൂടെ മാത്രമാണ് ബാക്കിയുള്ളത്. കൊല്ലം ജില്ലയിൽ പര്യടനം എത്തുമ്പോൾ അതിന് നിരവധിയായിട്ടുള്ള പ്രസക്തികളുണ്ട്. എല്ലാ കാലവും LDFന് ഭരണം ലഭിക്കുമ്പോൾ അതിന് വലിയൊരു പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം എന്ന് പറയുമ്പോൾ, ഇവിടേക്ക് എത്തുമ്പോൾ അതിന്റെ ചുമതലക്കാരായിട്ടുള്ള 3 മന്ത്രിമാരുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. വേദിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 9:30 ആകുമ്പോൾ തന്നെ നിറയെ ആളുകളൊക്കെ കൊണ്ട് തന്നെ ഇവിടേക്ക് നിറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവിധ മേഖലകളിലെ ആളുകളുമായി ഒക്കെ സംവദിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിൽ തന്നെ സർക്കാർ സേവനങ്ങളുടെ വിവിധമായിട്ടുള്ള ഗുണഭോക്തൃ പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുമായിട്ടുള്ള അവരും സംവാദത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ട്രേഡ് യൂണിയൻ പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. യുവജന വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട്. കലാകായിക രംഗത്തെ മികവ് തെളിയിച്ച പ്രതിഭകളുണ്ട്. പ്രൊഫഷണലുകളുണ്ട്. വ്യാപാരി, വ്യവസായി, പ്രവാസി പ്രതിനിധികളുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ നാനാ മേഖലകളിൽ തൊടുന്ന രീതിയിലുള്ള പ്രതിനിധികളാണ് ഈ പരിപാടിയിൽ തന്നെ ഇവിടെ പങ്കെടുക്കാനുമായി എത്തിയിരിക്കുന്നത്. വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഇവിടേക്ക്, അതായത് ഈ കൺവെൻഷൻ ഇവിടേക്ക് എത്തുന്ന ആളുകൾക്കെല്ലാം വേണ്ടുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പ്രഭാത യോഗം ഏതാനും നിമിഷങ്ങൾക്കൂടെ ആരംഭിക്കും. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടുണ്ട്. നിശ്ചയിച്ച പ്രകാരം 10:30 മണിക്ക് തന്നെ യോഗം ഇവിടെ ആരംഭിക്കും. എത്രത്തോളം ആളുകളെയാണ് ഇവിടെ? 650 പേരെയാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളിലെ ആളുകളായിട്ട് സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള 650 പേരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിട്ട് ഈ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ അതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് തന്നെയാണ്. ഏകദേശം 650-ലധികം ആയിട്ടുള്ള പ്രതിനിധികളെയാണ്, വിവിധ രംഗത്തെ പ്രതിനിധികളെയാണ് ഇവിടെ ഈ പരിപാടിയിലേക്കായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ക്ഷണിക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ 10 മണിക്ക് മുൻപ് തന്നെ ഇവിടേക്ക് എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ പരിശോധന, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ വിവിധമായിട്ടുള്ള സേവനങ്ങൾ നേടിയ ആളുകൾ, അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ, അതിന്റെ പ്രതിനിധികളെയാണ് വരുന്നത്. അങ്ങനെയാണ് 650 പേരെ നേരത്തെ തന്നെ കണ്ടെത്തി അവർക്കൊരു പ്രത്യേക ക്ഷണം നൽകുകയും അതിന്റെ ഭാഗമായിട്ടാണ് അവരെ ഇവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. അവർ അതായത് ഈ എങ്ങനെയായിരുന്നു 4 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ഒരു ഭരണം, അതിന്റെ ഭരണ നേട്ടങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഒരു ചർച്ച നടക്കുക. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ആളുകളോട്, അതായത് ഇതുവരെയുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമായിരിക്കും മാധ്യമങ്ങൾക്ക് പ്രവേശനം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്രതിനിധികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. അത്തരത്തിലൊരു കാര്യത്തിലേക്കൊക്കെ കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10:30 അതെ, മുഖ്യമന്ത്രി 10:30 എത്തും. 10 മണി കഴിയുമ്പോൾ യോഗം ആരംഭിക്കും. 12:30-1 മണി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതായത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ അവർക്ക് അഭിപ്രായം പറയുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ദിവ്യ.